മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച പള്ളികളിൽ 7 പള്ളികളിൽ ഒന്നാണ് നിരണം പള്ളി. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പള്ളികളുടെ എല്ലാം തുടക്കം നിരണം പള്ളിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. നിരണം പള്ളിയുടെ കുരിശുപള്ളിയായി ക്രിസ്തുവർഷം 427 സ്ഥാപിതമായ ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളിയാണ് ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ പള്ളി. അങ്ങനെ വരുമ്പോൾ നിരണം പള്ളി ചങ്ങനാശ്ശേരിയുടെ അമ്മപ്പള്ളി തന്നെയാണ്. ക്രിസ്തുവർഷം 54 ക്രിസ്തു ശിഷ്യനായ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായ പള്ളിയാണ് നിരണം. AD 52 കൊടുങ്ങല്ലൂരിലെത്തിയ തോമാസ് ശ്ലീഹ ജലമാർഗം സഞ്ചരിച്ച് നിരണത്തെത്തി എന്ന് കരുതപ്പെടുന്നു. തിരുവല്ല താലൂക്കിൽ കടപ്ര എന്ന വില്ലേജിലാണ് നിരണം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിരണം ഉൾപ്പെടുന്ന കടപ്ര എന്നത് കടൽപ്പുറമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെയാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും തോമാസ് ശ്ലീഹ തുടക്കമിട്ട പ്രേക്ഷിത യാത്രയിൽ നിരണവും ഉൾപ്പെട്ടതും അവിടെ പള്ളി സ്ഥാപിക്കപ്പെടുന്നതും. മുസിരിസ് കഴിഞ്ഞാൽ ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ ഏറ്റവും പ്രധാന തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു നെൽക്കിണ്ട. പമ്പാ നദി, അച്ചൻകോവിലാർ, മണിമലയാർ എന്നിവ സന്ധിക്കുന്ന സ്ഥലമായ നക്കിടിയാണ് പുരാതനമായ നൽക്കണ്ട എന്ന് അറിയപ്പെട്ടിരുന്നത്. ഭൂപ്രകൃതിയും നദികളുടെ ഒഴുക്കും ഇന്ന് കാണുന്ന രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. നിരണത്തെ കോട്ടച്ചാൽ എന്ന തോട്ടിൽ പുറംകടലിൽ നിന്നും ചരക്കുമായി തോണികൾ എത്തിയിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. കോട്ടച്ചാൽ എന്ന ചാൽ ഇപ്പോഴും നിലവിലുള്ളതും തോമാസ് ശ്ലീഹ വന്നിറങ്ങിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന തോമാത്ത് കടവും ഇപ്പോഴും ഇവിടെയുണ്ട്. തോമാസ് ശ്ലീഹ നിരണത്ത് ഒരു വിശ്വാസ സമൂഹത്തിന് തുടക്കമിട്ടതുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ടെങ്കിലും അവയിൽ പ്രധാനം ഇനി പറയുന്നതാണ്. സുവിശേഷ പ്രഘോഷണാർത്ഥം പായ്ക്കപ്പലിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും തെക്കോട്ട് പുറപ്പെട്ട ക്രിസ്തു ശിഷ്യൻ കോക്കമംഗലം കൊല്ലം വഴി നിരണത്തെത്തി അവിടെ പ്രസിദ്ധമായ തൃക്കപാലീശ്വരം ക്ഷേത്രത്തിന് സമീപമെത്തിയ ശ്ലീഹ അവിടെ നടത്തപ്പെട്ട മണ്ഡല ഭജനത്തിൽ ഒരു അതിഥിയായി പങ്കെടുക്കുകയും ചെയ്തെന്നാണ് ഐതിഹ്യം പറയുന്നത്. അവിടെ ആയിരിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന നമ്പൂതിരിമാർ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും അറിവിലും പാണ്ഡിത്യത്തിലും ആകൃഷ്ടരാവുകയും അദ്ദേഹം പഠിപ്പിച്ച പുതിയ ക്രിസ്തുമാർഗം സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ ക്ഷേത്ര പരിസരത്ത് നിരവധി ആഢ്യ ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടായിരുന്നതായും പിൽക്കാലത്ത് അവരിൽ പലരും ക്രിസ്തുമത വിശ്വാസികളായി മാറിയതായും പറയപ്പെടുന്നുണ്ട്. തോമാസ് ശ്ലീഹ നിരണത്ത് ഒരു കുരിശ് സ്ഥാപിക്കുകയും ആരാധനയ്ക്കായി ഒരു സ്ഥലം നിശ്ചയിച്ച് നൽകുകയും ചെയ്തു. തുടർന്ന് ശ്ലീഹ ചായൽ, അതായത് നിലയ്ക്കൽ എന്ന സ്ഥലത്തേക്കാണ് പോയത്. എന്നാൽ ശ്ലീഹ ചായലിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തോട് അനിഷ്ടം തോന്നിയ ആരോ ചിലർ അദ്ദേഹം സ്ഥാപിച്ച കുരിശ് പിഴുതെടുത്ത് പമ്പാ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ ആ കുരിശ് കുറേ ദൂരം നദിയിൽ ഒഴുകി നടന്നതിന് ശേഷം നദിയുടെ മറുകരയിൽ തങ്ങി നിന്നു. തോമാസ് ശ്ലീഹ തിരികെ നിരണത്തെത്തിയപ്പോൾ താൻ സ്ഥാപിച്ച കുരിശിന് സംഭവിച്ചത് എന്തെന്ന് മനസ്സിലാക്കുകയും അത് വീണ്ടെടുത്ത് നിരണത്ത് തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. 2 തവണകളായി ഏകദേശം 1400-ലധികം പേർക്ക് മാമോദീസ നൽകിയ ശ്ലീഹ അവിടെ തോമസ് എന്ന ഗ്രാമമുഖ്യനെ പുരോഹിതനായി അഭിഷേചിക്കുകയും ചെയ്തു. ഇവരുടെ പിന്മുറക്കാരാണ് ഇന്ന് ഈ പ്രദേശങ്ങളിലുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ. അതായത് ചങ്ങനാശ്ശേരി പ്രദേശത്തുള്ള മുഴുവൻ സുറിയാനി ക്രിസ്ത്യാനികളുടെയും മുൻ തലമുറ ആരംഭിക്കുന്നത് നിരണം എന്ന ഈ പ്രദേശത്ത് നിന്നാണ്. ഇപ്പോഴും പള്ളിമുറ്റത്തുള്ള ചെമ്പിൽ തീർത്ത കൊടിമരവും കരിങ്കൽ തൂണുകളും കൽവിളക്കുകളും പള്ളിയോട് ചേർന്ന ബ്രാഹ്മണ ഗൃഹം പോലെയുള്ള നിരയും പുരയുമായ കെട്ടിടവും മറ്റലങ്കാരങ്ങളും എല്ലാം കാണുമ്പോൾ ഈ ആധുനിക കാലത്തും ഒരു പാരമ്പര്യ ഹൈന്ദവ അന്തരീക്ഷത്തിൻ്റെ പ്രതീതിയാണ് ഇവിടെ ജനിക്കുന്നത്. പുരാതനമായ നിരണം സെൻറ് മേരീസ് പള്ളി ഇന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് അവകാശപ്പെടുന്നതാണ്. പള്ളിമുറ്റത്തെ കൽക്കുരിശ് പള്ളിയുടെ പൗരാണികത വിളിച്ചറിയിക്കുന്നു. ഇവിടെയുള്ള മാർത്തോമാ സ്മൃതി മന്ദിരത്തിൽ മൊസൂളിൽ നിന്നും കൊണ്ടുവന്ന തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്നു. കേരള സഭയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ സ്ഥാനം വഹിച്ചിട്ടുള്ള ഒന്നാണ് നിരണം പള്ളിയും അവിടുത്തെ വിശ്വാസ സമൂഹവും. ഉദയംപേരൂർ സൂനോഹദോസിൻ്റെയും
കൂനൻകുരിശ് സത്യത്തിൻ്റെയും ചരിത്ര വഴികളിലൂടെ കടന്നു വന്ന് ഇന്ന് ഈ ദേവാലയം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസനത്തിൻ്റെ ആസ്ഥാന ദേവാലയമായി മാറിയിരിക്കുന്നു. പമ്പാനദിയിൽ നിന്നും പുറപ്പെട്ട് പമ്പയിൽ തന്നെ ലയിക്കുന്ന കോവിലറയാറിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേതുപോലെ കരിങ്കൽ വിളക്കുകളും കൊത്തുപണികളുമുണ്ട്. കരിങ്കൽ തൂണുകളിൽ കെട്ടി ഉയർത്തിയ ഒരു നാടകശാല മുൻപ് പള്ളിക്ക് മുൻപിൽ ഉണ്ടായിരുന്നു അത്രേ. വീരടിയാൻ പാട്ടുകൾ, റമ്പാൻ പാട്ടുകൾ, മാർഗംകളിപ്പാട്ടുകൾ തുടങ്ങിയ സാഹിത്യകൃതികളിൽ പുരാതന നിരണത്തെക്കുറിച്ചും നിരണം പള്ളിയെക്കുറിച്ചും വിവരങ്ങളുണ്ട്. ചങ്ങനാശ്ശേരിയുടേതെന്നല്ല, തെക്കൻ കേരളത്തിൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവും വളർത്തിടവും അതിന് ഏറ്റവും മികച്ച വളവും വിത്തും നൽകപ്പെട്ട പോഷണം ലഭിച്ച ഒരു പ്രദേശമാണ് നിരണം. പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള എല്ലാ ദേവാലയങ്ങളും വിശ്വാസ സമൂഹവും ഈ നിരണം വിശ്വാസ സമൂഹത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല.